പാർലമെൻറ്റ് പാസ്സാക്കിയ തൊഴിലുറപ്പ് നിയമം പിന്നീടത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായി മാറിയ ആ നിയമത്തെ വെള്ളം ചേർത്തുകൊണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബില്ലിൽ പറയുന്ന കാര്യങ്ങൾ തൊഴിലാളി വിരുദ്ധമാണ്. മൻരേഗ എന്ന് പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്തസ്സത്തയ്ക്ക് തന്നെ ഭീഷണിയായ നിയമങ്ങളാണ്, വകുപ്പുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 125 ദിവസം തൊഴിൽ നൽകുമെന്ന് പറയുന്നു എങ്കിൽ പോലും തൊഴിൽ മേഖലകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ പലതും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അത് ഇപ്പോൾ ഏതൊക്കെ തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യാം, മൻരേഗ നടപ്പാക്കാമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതൊരു പകുതിയായി തന്നെ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതിനർത്ഥം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ നിയമത്തിൽ പറയുന്നത് എന്താണ്, സംസ്ഥാന ഗവൺമെൻറ് കൂടി ഈ ബാധ്യത ഏറ്റെടുക്കണം. അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൊടുക്കുന്ന വേതനം അതിൻ്റെ 40% സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടി വഹിക്കണമെന്നുള്ളതാണ്. നമുക്ക് കേരളത്തിലെ സ്ഥിതി അറിയാം. കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് 40% വഹിക്കണമെന്ന് പറയുമ്പോൾ 2500 കോടി രൂപ എല്ലാ വർഷവും മൻരേഗയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. കേരളം പോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്ത് 2500 കോടി രൂപ വർഷം തോറും മൻരേഗയ്ക്ക് മാറ്റിവെക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും തന്നെ ഈ വിഷയത്തിൽ 40% ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ NDA ഗവൺമെൻറ്റിനെ പിന്താങ്ങുന്ന അല്ലെങ്കിൽ ഭരണത്തിൽ പങ്കാളിയായ ആന്ധ്രാപ്രദേശിലെ TDP ഗവൺമെൻറ് ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിഹിതത്തിൽ അവരെ ഒഴിവാക്കണം എന്ന് അവിടുത്തെ മന്ത്രി, ധനകാര്യമന്ത്രിയാണ്, അവിടുത്തെ ഇന്ന് പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ NDA ഗവൺമെൻറ്റിൽ പങ്കാളിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ തെലുങ്ക് ദേശം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് മേൽ ബാധ്യത ഏൽപ്പിക്കുന്നത് എന്ന് അത് മാറ്റണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ NDA ഗവൺമെൻറ്റിലെ കക്ഷികൾക്ക് പോലും സംസ്ഥാനങ്ങൾക്ക് ഈ ബർഡൻ അടിച്ചേൽപ്പിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോക്സഭയിൽ കക്ഷി നേതാക്കളുടെ ഇതിനെ സംബന്ധിച്ച് ഈ ബിൽ അവതരണ വേളയിൽ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അല്ലെങ്കിൽ അഭിപ്രായത്തിന് വിളിച്ചപ്പോൾ TDPയും JDUവും മാറി നിൽക്കുകയാണ് ചെയ്തത്. അവർ അതിൽ പങ്കെടുത്തില്ല. അവരുടെ പ്രതിനിധികൾ ആരും ഈ മൻരേഗയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ പുതിയ ബില്ലിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ അവർ രംഗത്ത് വന്നില്ല. അപ്പോൾ അതിന് അവരുടെ മൗനം തന്നെ ഈ ബില്ലിന് എതിരാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ബിൽ അവതരണ വേളയിൽ കോൺഗ്രസ് നേതാവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി വളരെ ശക്തമായി തന്നെ ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചു. അതോടൊപ്പം തന്നെ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികൾ DMKയിൽ നിന്ന് ബാലുവും അതോടൊപ്പം തന്നെ NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള MP മാർ വാദമുഖങ്ങൾ നിരത്തിയിരുന്നു. റൂളും ചട്ടങ്ങളും ഉന്നയിച്ചുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നതും അതോടൊപ്പം തന്നെ ഇത് ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിവൽക്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ശക്തമായി എതിർക്കുകയുണ്ടായി. രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ പേര് പോലും ഇവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കി റാംജി കൊണ്ടുവരുന്നത്? അതിലൊക്കെ തന്നെ അവരുടെ ഉദ്ദേശം അതും കാവ്യവൽക്കരണമാണ്. അപ്പോൾ മൻരേഗ എന്ന് പറയുന്ന ഈ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഈ വിപ്ലവകരമായ പദ്ധതിയെയും കാവ്യവൽക്കരിക്കാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തിട്ട് റാംജി എന്ന ചുരുക്കപ്പേരിൽ ഈ മൻരേഗ പദ്ധതിയെ ഇവർ മാറ്റാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും മൻരേഗ ഈ പദ്ധതി നടപ്പാക്കിയ കാലം മുതൽ ഇതിനെ ശക്തമായി എതിർക്കുന്ന പാർട്ടിയാണ് BJP. അതോടൊപ്പം തന്നെ ഒന്നാം UPA അധികാരത്തിൽ വന്നപ്പോഴാണ് ഇത് നടപ്പാക്കിയത്. രണ്ടാം UPA വന്നപ്പോൾ അന്ന് BJPയുടെ അഭിപ്രായം എന്തായിരുന്നു? രണ്ടാം UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അതിന് കാരണം ഈ മൻരേഗ പദ്ധതിയാണ് എന്ന് BJP അഭിപ്രായം പറഞ്ഞതാണ്. BJP നേതാക്കൾ പറഞ്ഞതാണ് രണ്ടാം UPA വരാൻ കാരണം ഒന്നാം UPA ഗവൺമെൻറ് നടപ്പാക്കിയ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നു മുതൽ ഈ മൻരേഗ പദ്ധതിയെ എങ്ങനെ ഞെക്കിക്കൊല്ലാം, ഈ മൻരേഗ പദ്ധതിയെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ആലോചിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അവർ അധികാരത്തിൽ വന്ന കാലം മുതൽ മൻരേഗ പദ്ധതിയെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സമയത്ത് കേന്ദ്ര വിഹിതം കൊടുക്കത്തില്ല, അതുപോലെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചു. നിലവിലുള്ള തൊഴിൽ ദിനങ്ങൾ തൊഴിൽ മേഖലയിൽ പലതും അവർ പിൻവലിച്ചു. ഈ ഗവൺമെൻറ് പിൻവലിച്ചു. അതോടൊപ്പം തന്നെ സംസ്ഥാന വേതന മാസങ്ങളോളം
വേതനത്തിൻ്റെ കുടിശ്ശിക വരുത്തി, അതുപോലെ ഇതിനുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള പൈസ കൊടുക്കാതിരുന്നു. ഇതൊക്കെ തന്നെ കഴിഞ്ഞ 1ഉം 2ഉം NDA ഗവൺമെൻറ് ഈ മൻരേഗ പദ്ധതിയെ ഏതെല്ലാം തരത്തിൽ തടസ്സപ്പെടുത്താമോ, അത് തൊഴിലാളികൾക്ക് മൻരേഗ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഏതെല്ലാം തടയാൻ പറ്റുമോ അതെല്ലാം ചെയ്ത ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇപ്പോൾ പൂർണ്ണമായും മൻരേഗയെ കാവ്യവൽക്കരിച്ച് അതിനെ അവരുടേതായ ഒരു പദ്ധതിയാക്കി മാറ്റുക. പൂർണ്ണമായും UPയുടെ പദ്ധതിയല്ല, ഇത് പുതിയ മൻരേഗയാണ്, അല്ലെങ്കിൽ പുതിയ റാംജി എന്ന് പറഞ്ഞാൽ അത് മോഡി സർക്കാരിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയാണെന്ന് വരുത്താൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. യാതൊരു ആലോചനയും നടത്താതെ, സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ആലോചിക്കാതെ, സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിഹിതം നിങ്ങൾക്ക് ചെലവാക്കാൻ കഴിയുമോ, ഇതിൽ പങ്കാളിയാകാൻ കഴിയുമോ എന്ന് പോലും ചോദിക്കാതെ ഏകപക്ഷീയമായി ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ ഞങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഇന്ന് പാർലമെൻറ്റിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിച്ചു. അതിനുശേഷം പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം പാർലമെൻറ്റ് വളപ്പിലെ ഗാന്ധി സ്റ്റാച്യുവിൻ്റെ മുന്നിൽ പ്രതിഷേധിക്കുകയുണ്ടായി. ഇതിൽ പ്രതിഷേധം അടുത്ത ദിവസങ്ങളിലും തുടരാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ റാംജി ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ സെലക്ട് കമ്മിറ്റിക്കോ ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിക്കോ വിടണമെന്നാണ് ഞങ്ങൾ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇന്ന് ബില്ല് അവതരിപ്പിക്കുമ്പോഴും ഈ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ വളരെ മനഃപൂർവ്വമായി മറ്റ് ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്കോ വിടാൻ സർക്കാർ തയ്യാറായപ്പോൾ മനഃപൂർവ്വമായി റാംജി ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ സെലക്ട് കമ്മിറ്റിക്കോ വിടാൻ അവർ തയ്യാറാകാതെ ഇന്ന് തന്നെ അവതരിപ്പിച്ച് നാളെ തന്നെ പാസ്സാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്നുള്ളത്. തീർച്ചയായിട്ടും പ്രതിഷേധം തുടരും. ഈ ബില്ല് ചർച്ചയ്ക്ക് വരുമ്പോൾ ശക്തമായ പ്രതിഷേധം ഇന്ത്യ ബ്ലോക്ക് പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗത്തുണ്ടാകും. ബില്ല് അവതരിപ്പിച്ചല്ലോ. മറ്റേ കൃഷി ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ സഭയിൽ അവതരിപ്പിച്ചല്ലോ. ആ സമയത്ത് ശക്തമായ പ്രതിഷേധം ഉയർന്നു. മഹാത്മാജിയുടെ ചിത്രം ഉയർത്തി കാണിച്ചു. അതിനുശേഷം സഭ 2 മണിക്ക് പിരിഞ്ഞ സമയത്താണ് ഇന്ത്യ ബ്ലോക്കിലെ ഏതാണ്ട് 150ഓളം MP മാര് മുദ്രാവാക്യം വിളിച്ച് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പോയി പ്രതിഷേധം